നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആവുകയാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ ജനിച്ച നിമിഷം മുതൽ ചെയ്യുന്നൊരു കാര്യമാണ് ശ്വാസം, അല്ലേ? നമ്മളതിനെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ശ്വാസത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ. അതിങ്ങനെ യാന്ത്രികമായി അങ്ങനെ സംഭവിക്കുക. നമ്മളൊരു വിഷമമൊക്കെ വന്നിട്ട് അത് പരിഹരിച്ചാൽ എന്താ പറയാ? ആശ്വാസമായി എന്ന് പറയാം, അല്ലേ? കാരണം അത്രയും നേരം ശരിക്കുള്ള ശ്വാസം പുറത്തേക്ക് വന്നിട്ടില്ല. ആ പ്രശ്നം സോൾവ് ചെയ്തപ്പോൾ മാത്രമാണ് ശരിയായ ശ്വാസം ഉണ്ടായത്. അതുകൊണ്ടാണ് ആശ്വാസം എന്ന് പറയുന്നത്. ആശ്വാസമായി. അതുവരെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് ഉള്ളില്. അതൊക്കെ ഒന്ന് കണ്ണടക്കുവോ? മ്യൂസിക് മെല്ലെ പോയിട്ടോ. മ്യൂസിക് ഇടുന്നുണ്ടെങ്കിൽ പതുക്കെ. ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്വാസത്തെ ഇന്നോളമില്ലാത്തത്രയും രസത്തോടെ നമ്മളൊന്ന് അനുഭവിക്കുകയാണ്. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും അതിൻ്റെ എനർജി കിട്ടുന്നത് പോലെ ആസ്വദിച്ചുകൊണ്ട് ആ ശ്വാസത്തെ ഒന്ന് അനുഭവിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ ആയുസ്സിൽ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരെ നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം. സ്നേഹിച്ചവരും ദ്രോഹിച്ചവരും എല്ലാം കൂടി പഠിപ്പിച്ചു തന്ന പാഠമാണ് ജീവിതം. സ്നേഹിച്ചവർ മാത്രമല്ല നമുക്ക് ജീവിതം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ദ്രോഹിച്ചവരും പഠിപ്പിച്ചത് ജീവിതം തന്നെയായിരുന്നു. എന്നാലും കണ്ടുമുട്ടിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ തൊട്ട് നിൽക്കുന്ന കുറച്ച് മനുഷ്യന്മാരെ നമുക്കൊന്നിങ്ങനെ ഓർമ്മിച്ചെടുക്കാം. നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, ഇന്ന് നമ്മളെ കാത്തിരിക്കാനും സ്നേഹിക്കാനും ഒക്കെ കുറേ ആളുകളുണ്ട്. അവരൊക്കെ നമ്മളെ സ്നേഹിക്കാനും കാത്തിരിക്കാനും ഒക്കെ തുടങ്ങിയത് നമ്മൾ ആരൊക്കെയോ ആയതിനു ശേഷമാണ്. പക്ഷെ നമ്മൾ ആരുമല്ലാതിരുന്നൊരു കാലത്ത്, നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നതിനു മുമ്പേ നമ്മളെ കാത്തിരുന്നവരാണ് രണ്ടാളുകൾ. നമ്മളെ സ്നേഹിച്ചവരാണ് ആ രണ്ടാളുകൾ. അമ്മ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ്. അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മളെ അത്രയും ശ്രദ്ധിക്കാൻ വേറെ ഒരാളില്ല എന്നാണ്. ഉമ്മ പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരാൾ നഷ്ടപ്പെട്ടു എന്നാണ്. ഉമ്മ പോകുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം നഷ്ടപ്പെടുന്നത് പോലെയാണ്. നമുക്ക് പിന്നെ ആ രാജ്യത്ത് പൗരത്വമില്ല, ഉമ്മയില്ല. നമുക്ക് വേണ്ടി ജീവിച്ച ആ രണ്ടാളുകളെ അത് മനസ്സിൽ നന്ദിപൂർവം ഓർമ്മിച്ചെടുക്കാം. സന്ധ്യാനേരത്ത് വീട്ടിലേക്ക് കയറി വന്ന് എൻ്റെ കുട്ടി ഉറങ്ങിയോ എന്ന് ചോദിച്ച് നമ്മുടെ തൊട്ടിലിനടുത്തേക്ക് വന്ന് ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ ഇങ്ങനെ പാടി നോക്കുന്ന ആ പാവം അച്ഛൻ, വാപ്പ,
എത്ര വായിച്ചാലും നമുക്ക് മനസ്സിലാകാതെ പോയ കട്ടിയുള്ളൊരു പുസ്തകത്തിൻ്റെ പേരാണ് പാപ്പ. ആ വലിയ മനുഷ്യന്, നമുക്ക് വേണ്ടി ഒരുകിയ ആ വലിയ മനുഷ്യന് മനസ്സിലൊന്ന് ഓർമ്മിച്ചെടുക്കണം. നമ്മുടെ സഹോദരങ്ങൾ, ഗുരുനാഥന്മാർ, സുഹൃത്തുക്കൾ, ഈ ചെറിയ ആയുസ്സിനെ ആഘോഷമാക്കിയ പ്രിയപ്പെട്ടവർ, നമ്മളടക്കമുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് സമയവും ആരോഗ്യവും യൗവനവും അറിവും പ്രിയപ്പെട്ട നിമിഷങ്ങളും ഹോമിച്ച എത്രയോ മനുഷ്യർ, നമുക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിച്ച ആളുകൾ, നമുക്ക് വേണ്ടി യന്ത്രങ്ങൾ കണ്ടുപിടിച്ച ആളുകൾ, നമുക്ക് വേണ്ടി എഴുതിയവർ, നമുക്ക് വേണ്ടി പാടിയവർ, നമുക്ക് വേണ്ടി ചിത്രം വരച്ചവർ, നമുക്ക് ഭക്ഷണം തരാൻ ഹോട്ടലുകൾ തുറന്നു വെച്ചവർ, നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോയ ടാക്സി ഡ്രൈവർമാർ, എല്ലാവരും ഈ ആയുസ്സിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മുഴുവൻ മനുഷ്യന്മാർക്കും നമ്മുടെ ഉള്ളിൽ ഉള്ള നന്ദി പ്രകടിപ്പിക്കാൻ നമുക്കൊരേ ഒരു വഴിയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മുന്നിലുള്ള മനുഷ്യനോട് സ്നേഹപൂർവം, നന്ദിപൂർവം, ബഹുമാനപൂർവം പെരുമാറുക. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരോട് നമുക്ക് ചെയ്യാനുള്ള കാര്യം, നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു വഴി, ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് ആരാണോ അയാളോട് അങ്ങനെ പെരുമാറുക എന്നുള്ളതാണ്. തൊട്ടടുത്തിരിക്കുന്ന ആളെ ഒന്നിങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന ആളെ ഒന്ന് മെല്ലെ തൊട്ടിട്ട് ഒരൊറ്റ കാര്യം മനസ്സിൽ വിചാരിക്കുക, ഇത്രയേ ഉള്ളൂ. ഇന്നോളം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പ്രതിനിധിയായി ഈ ആളെ മനസ്സിൽ കാണാം. ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരാൾ ഇപ്പം നമ്മളിങ്ങനെ തൊട്ട് നിൽക്കുകയാണ്, അത്രയേ ഉള്ളൂ. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, എൻ്റെ അടുത്തിരിക്കണ ഈ മനുഷ്യൻ വെറുമൊരു മനുഷ്യനാണ്. ഇയാൾക്ക് തെറ്റുകളൊക്കെ പറ്റും, ഇയാളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാവും, ഇയാളുടെ ജീവിതത്തിൽ തോൽവികൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യന്മാരെ ഞാൻ കൈവിടുകയില്ല. I will care for you. I will care for you. I will forgive you. I love you. You are valuable to me. I will pray for you. I will pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളെ കെയർ ചെയ്യും. എനിക്ക് നിങ്ങൾ വിലപ്പെട്ട ഒരാളാണ്. എനിക്ക് നിങ്ങൾ വിലപ്പെട്ട ഒരാളാണ്. അതൊക്കെ കണ്ടു തുറന്ന് ആ തൊട്ട ആൾക്ക് ഒന്ന് കൈ കൊടുത്തിട്ട് അയാളോടൊരു താങ്ക് യു പറയാം.